ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സ് എന്ന കാർട്ടൂൺ സീരീസിൽ നമ്മൾ പല ശക്തരായ വില്ലന്മാരെയും കണ്ടിട്ടുണ്ട്. ഷെൻഡു, ഡയോലോങ് വോങ്, ഡീമൺ സോഴ്സറേഴ്സ്, ഡ്രാഗൺസ് തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ. പക്ഷേ ഇവരുടെ എല്ലാം പിന്നിൽ നിന്ന് പല സംഭവങ്ങളും നിയന്ത്രിച്ച ഒരു മനുഷ്യ വില്ലൻ ഉണ്ടായിരുന്നു. അയാളാണ് വാൽമോണ്ട്. പലർക്കും വാൽമോണ്ട് ഒരു സാധാരണ ക്രൈം ബോസ് മാത്രമാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സിന്റെ ആദ്യ സീസണിൽ നടന്ന ഭൂരിഭാഗം സംഭവങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ മൈൻഡ് വാൽമോണ്ട് ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാൽമോണ്ടിന്റെ പൂർണ്ണ ചരിത്രം, അയാളുടെ ശക്തികൾ, അയാളുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾ, ഷെൻഡുവുമായുള്ള ബന്ധം, ഒടുവിൽ ഫുൾ പവർ വാൽമോണ്ട് എത്ര ശക്തനായിരുന്നുവെന്നെല്ലാം വിശദമായി പരിശോധിക്കാനാണ് പോകുന്നത്. വാൽമോണ്ട് ആരാണ്? ഡാർക്ക് ഹാൻഡ് എന്ന അന്താരാഷ്ട്ര കുറ്റകൃത്യ സംഘടനയുടെ നേതാവായിരുന്നു വാൽമോണ്ട്. സാധാരണ ഗുണ്ടകളെപ്പോലെ ശക്തി കൊണ്ട് ആളുകളെ കീഴടക്കുന്ന ഒരാളല്ലായിരുന്നു അയാൾ. പകരം ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ചായിരുന്നു അയാൾ തന്റെ സാമ്രാജ്യം നിർമ്മിച്ചത്. ഡാർക്ക് ഹാൻഡിന് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഏജന്റുമാരും സ്മഗ്ലർമാരും കള്ളന്മാരും ഉണ്ടായിരുന്നു. ഫിൻ, റാറ്റ്സോ, ചൗ, ഹക്ഫു തുടങ്ങിയവർ അയാളുടെ പ്രധാന അനുയായികളായിരുന്നു. ഇവർ പലപ്പോഴും പരാജയപ്പെട്ടിരുന്നെങ്കിലും വാൽമോണ്ടിന്റെ നേതൃത്വമാണ് സംഘടനയെ നിലനിർത്തിയത്. ഷെൻഡുവിനെ കണ്ടെത്തിയത് ഒരു ദിവസം വാൽമോണ്ട് ഒരു പുരാതന പ്രതിമയെ കണ്ടെത്തുന്നു. ആ പ്രതിമയിൽ കുടുങ്ങിക്കിടന്നത് സാധാരണ ഒരു ആത്മാവല്ലായിരുന്നു. അത് ഫയർ ഡീമൺ ഡ്രാഗൺ ആയിരുന്ന ഷെൻഡുവിന്റെ ആത്മാവായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശക്തി നഷ്ടപ്പെട്ട ഷെൻഡു വാൽമോണ്ടിനെ ഉപയോഗിച്ച് തന്റെ 12 ടാലിസ്മാനുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് കഥ ആരംഭിക്കുന്നത്. പലരും ശക്തി എന്ന് കേൾക്കുമ്പോൾ മാജിക്കിനെയോ സൂപ്പർ പവറുകളെയോ ആണ് ചിന്തിക്കുന്നത്. പക്ഷേ വാൽമോണ്ടിന്റെ യഥാർത്ഥ ശക്തി അവന്റെ ബുദ്ധിയായിരുന്നു. അയാൾക്ക് ഷെൻഡുവിനെ പൂർണ്ണമായി വിശ്വസിക്കാനായിരുന്നില്ല. അതുപോലെ ഷെൻഡുവിനും വാൽമോണ്ടിനെ വിശ്വസിക്കാനായിരുന്നില്ല. ഇരുവരും പരസ്പരം ഉപയോഗിക്കുകയായിരുന്നു. ഇത് സീരീസിലെ ഏറ്റവും രസകരമായ ബന്ധങ്ങളിലൊന്നാണ്. ഷെൻഡുവിന്റെ നിർദ്ദേശപ്രകാരം വാൽമോണ്ട് ലോകമെമ്പാടും ടാലിസ്മാനുകൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഓരോ ടാലിസ്മാനും വ്യത്യസ്ത ശക്തികളാണ് നൽകുന്നത്. ഡ്രാഗൺ ടാലിസ്മാൻ തീയുടെ ശക്തി, റാബിറ്റ് ടാലിസ്മാൻ അതിവേഗം, റൂസ്റ്റർ ടാലിസ്മാൻ ടെലികിനീസിസ്, ഓക്സ് ടാലിസ്മാൻ അതിശക്തമായ ബലം, ഹോഴ്സ് ടാലിസ്മാൻ ചികിത്സാശക്തി, ഡോഗ് ടാലിസ്മാൻ അമരത്വം. ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്ത കഴിവുകളുണ്ടായിരുന്നു. വാൽമോണ്ട് നേരിട്ട് പോരാടിയില്ലെങ്കിലും ഇവ നേടാൻ നടത്തിയ പദ്ധതികൾ വളരെ അപകടകരമായിരുന്നു. ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സിൽ ഭൂരിഭാഗം മനുഷ്യ വില്ലന്മാരും ജാക്കിയോട് നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ പരാജയപ്പെടുന്നു. പക്ഷെ വാൽമോണ്ട് പലപ്പോഴും ശാരീരിക പോരാട്ടം ഒഴിവാക്കി. അയാൾ എപ്പോഴും അടുത്ത നീക്കം ആലോചിക്കുകയായിരുന്നു. ഇതാണ് അയാളെ അപകടകാരിയാക്കിയത്. ഒരു പോരാട്ടം തോറ്റാലും യുദ്ധം ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിന്താഗതിയായിരുന്നു അയാളുടേത്. അവസാനം എല്ലാ ടാലിസ്മാനുകളും ശേഖരിക്കപ്പെടുന്നു. ഷെൻഡു തന്റെ യഥാർത്ഥ ശരീരം വീണ്ടെടുക്കുന്നു. ഇവിടെയാണ് വാൽമോണ്ടിന്റെ ജീവിതം മാറിമറിയുന്നത്. കാരണം ഷെൻഡുവിന് ഇനി വാൽമോണ്ടിന്റെ ആവശ്യമില്ലായിരുന്നു. ഷെൻഡു തന്റെ ലക്ഷ്യം പൂർത്തിയായ ഉടൻ വാൽമോണ്ടിനെ ഉപേക്ഷിക്കുന്നു. ഇത് വാൽമോണ്ടിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. എന്നാൽ ഇവിടെ കഥ അവസാനിക്കുന്നില്ല. ഷെൻഡുവിന്റെ ശക്തിയുടെ ഭാഗങ്ങൾ വാൽമോണ്ടിനെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. ഡാർക്ക് മാജിക്കുമായി ബന്ധമുണ്ടായതോടെ വാൽമോണ്ട് ഒരു സാധാരണ ക്രൈം ബോസിൽ നിന്ന് കൂടുതൽ അപകടകാരിയായ വ്യക്തിയായി മാറുന്നു. അയാൾക്കിപ്പോൾ പുരാതന മാജിക്കിന്റെ ലോകത്തെക്കുറിച്ച് അറിവ് ലഭിച്ചു. മനുഷ്യരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ള അറിവായിരുന്നു അത്. ഇതൊരു വലിയ ചോദ്യമാണ്. അസംസ്കൃത ശക്തിയുടെ കാര്യത്തിൽ ഷെൻഡുവാണ് മുന്നിൽ. പക്ഷേ തന്ത്രങ്ങളുടെ കാര്യത്തിൽ വാൽമോണ്ട് വളരെ മുന്നിലാണ്. ഷെൻഡു പലപ്പോഴും തന്റെ അഹങ്കാരത്തിന്റെ പേരിൽ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. വാൽമോണ്ട് അത്ര എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാറില്ല. അതിനാൽ പല സാഹചര്യങ്ങളിലും വാൽമോണ്ട് കൂടുതൽ അപകടകാരിയായ എതിരാളിയാകുന്നു.